എവിടെയും കർത്താവിനു വേണ്ടി, സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി ധീരതയോടെ നിലകൊള്ളേണ്ടവരാണ് നമ്മൾ. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 40-42 വചനങ്ങള്. കർത്താവ് സങ്കടപ്പെടുകയാണ്, കർത്താവ് വേദനയോടെ കരയുകയാണ്. ജെറുസലേം പട്ടണത്തെ നോക്കി, അതിൽ വസിക്കുന്ന ജനത്തെ നോക്കി കർത്താവ് നിലവിളിക്കുകയാണ്. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസങ്ങളിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. ആ പട്ടണത്തെ നോക്കിക്കൊണ്ട് കർത്താവ് വേദനയോടെ കരയുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹാമാരിയുടെ നാളിൽ, മഹാമാരി എല്ലാം പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാം കർത്താവ് വലിയ കരുണയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക തകർച്ചകളുണ്ട്, മറ്റു പല പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്. ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണെങ്കിലും നമ്മളൊരു സത്യം മനസ്സിലാക്കണം. ലോകത്തിൽ പാപവും അരാജകത്വങ്ങളും തിന്മകളും ദൈവനിഷേധവും ദൈവദൂഷണവും വിശ്വാസത്യാഗവും ക്രൈസ്തവ വിരുദ്ധതയും മതതീവ്രവാദവും ലോകവ്യാപകമായ അക്രമങ്ങളെല്ലാം വർദ്ധിച്ചു വരികയാണ്. ഇതിലൊന്നൊരു കുറവും വരുന്നതായിട്ട് കാണുന്നില്ല. അത് മഹാമാരി ആവട്ടെ, കോവിഡ് ആവട്ടെ, മറ്റെന്ത് തന്നെ പ്രതിസന്ധികൾ ലോകം മുഴുവൻ ആഞ്ഞടിച്ചപ്പോഴും ഇതിനൊന്നും യാതൊരു കുറവും സംഭവിക്കുന്നില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേം പട്ടണത്തെ നോക്കി നമ്മുടെ കർത്താവ് വേദനയോടെ കരഞ്ഞുവെങ്കിൽ ഇന്ന് ഈ ലോകത്തെ നോക്കി കർത്താവ് നൊമ്പരപ്പെടുകയാണ്, കർത്താവ് സങ്കടപ്പെടുകയാണ്. നശിക്കുന്ന ഓരാത്മാവിനെ നോക്കിക്കൊണ്ട്, വിശ്വാസത്യാഗത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ നോക്കി, മന്നോഷരായ ആത്മാക്കളെ പ്രതി ദൈവദൂഷകരും ദൈവനിഷേധികളുമായ ആത്മാക്കളെ കണ്ട് കർത്താവ് സങ്കടപ്പെടുകയാണ്. തന്റെ ജനത്തിനെതിരായിട്ടുള്ള അക്രമങ്ങളും ലോകവ്യാപകമായ ക്രൈസ്തവ വിരുദ്ധതയുടെ പ്രവണതകളും പ്രവർത്തികളെല്ലാം കർത്താവിൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയായി മാറണം.